ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവം എന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 66 സങ്കീർത്തനം അതിൻ്റെ 5 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. വന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കുവിൻ, അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തൻ്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, അവർ കാൽനടയായി നദി കടന്നുപോയി. അവിടെ നാം അവനിൽ സന്തോഷിച്ചു. അവൻ തൻ്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു. അവൻ്റെ കണ്ണ് ജാതികളെ നോക്കുന്നു, മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുത്. ദൈവത്തിൻ്റെ പുനഃനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കേട്ട വചനം, വന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കുവിൻ, അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തൻ്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. അതെ, ദൈവത്തിൻ്റെ പ്രവൃത്തി വന്ന് നോക്കുവിൻ. സ്തോത്രം. വന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കുവിൻ, അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തൻ്റെ പ്രവൃത്തിയിൽ ഭയങ്കരൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, വചനഭാഗത്തെ നമ്മൾ കേൾക്കുമ്പോൾ വിശ്വാസത്തിൽ ആ കർത്താവിൻ്റെ പാദപീഠത്തിലേക്കൊന്ന് വന്നു നോക്കിയാൽ, ഹല്ലേലൂയ, ഈ ദൈവം അത്ര വലിയവൻ, ദേവഗണങ്ങളിൽ അത്യുന്നതനായ ദൈവം. ആമേ, സ്തോത്രം. ആകാശത്തിനും ഭൂമിക്കും നാഥനായ കർത്താവിൻ്റെ തിരുവചനം നമ്മളൊന്ന് നോക്കിക്കേ ദൈവമക്കളെ. വചനം നോക്കിയാൽ 6-ാം വാക്യം പറയുന്നു, അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, അവർ കാൽനടയായി നദി കടന്നുപോയി. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ വാഗ്ദത്ത ദേശത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇടയ്ക്ക് ഇതുപോലുള്ള ചെങ്കടൽ മുന്നിൽ കാണും ദൈവമക്കളെ. സ്തോത്രം. അതിനകത്തൊരു വഴി വിശ്വാസിക്ക് വേണ്ടി കർത്താവ് തുറന്നു കൊടുത്തത് എത്ര അത്ഭുതമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അവിശ്വാസികൾക്ക് ആ വഴി വരാൻ നോക്കിയിട്ട് നടന്നോ? പറ്റത്തില്ല. വിശ്വാസികൾ പോയ വഴി അവിശ്വാസി ഒരിക്കലും പോകുകയില്ല ദൈവമക്കളെ. അതാണ് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളൊക്കെ ഒന്ന് ഓർത്ത് പറഞ്ഞാൽ തീരുവോ? നമ്മുടെ ആയുഷ്കാലം മുഴുവൻ പറഞ്ഞു തീർന്നാൽ തീരുവോ ദൈവമക്കളെ ദൈവം പ്രവർത്തിച്ച നന്മകൾ? ആമേൻ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസ ജീവിതത്തിൽ മുന്നിൽ ചെങ്കടൽ കണ്ട് നിൽക്കുന്ന ഒരനുഭവം ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല സാഹചര്യവും നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനകത്തൂടെ വഴി തുറന്നു തരാൻ ഈ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും സാധിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ദൈവം വലിയവനാ ദൈവമക്കളെ. നമ്മൾ വിളിക്കുന്ന ദൈവം വലിയവനാ. സ്തോത്രം. അടുത്ത വചനം നമ്മളെ കേൾപ്പിക്കുന്നത്, അവിടെ നാം അവന് സന്തോഷിച്ചു, അവൻ തൻ്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു. അവൻ്റെ കണ്ണ് ജാതികളെ നോക്കുന്നു, മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുത്. മത്സരം നമുക്ക് വേണ്ട ദൈവമക്കളെ. മത്സരം അത് ഒരു ആഭിചാരത്തിന് തുല്യമായ ഒരു അനുഭവമാണ്. മുമ്പോട്ടുള്ള ജീവിത യാത്രയിൽ എൻ്റെ കർത്താവ് നമ്മുടെ കൂടെ. നിന്ന കേൾക്കേണ്ടടുത്ത് നിന്ന കേൾക്കണം, ഉപദ്രവം അനുഭവിക്കേണ്ടടുത്ത് ഉപദ്രവം സഹിച്ചേ പറ്റൂ. ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും വിശ്വാസിയുടെ വഴി ദൈവം അറിയുന്നു. സ്തോത്രം. നീതിമാന്റെ വഴി ദൈവം അറിയുന്നു. നമുക്ക് മത്സരിക്കാനില്ല. മത്സരിക്കാനായിട്ട് നമ്മൾ പോയാൽ നമ്മളിലെ ദൈവകൃപ നഷ്ടപ്പെടും ദൈവങ്ങളെ. ഓരോ വാക്കിന് പോലും നമ്മൾ എതിർത്ത് പറയാനും പോകണ്ട, പഴിക്കുകയും വേണ്ട, ദുഷിക്കുകയും വേണ്ട. നമ്മുടെ നാവിനെ തുറന്നത് കർത്താവാണ്. സൗഖ്യം പ്രാപിച്ച ദൈവമക്കളെ, സമാധാനം പ്രാപിച്ച ദൈവമക്കളെ, നമ്മൾ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്. കർത്താവിന് വേണ്ടി വാഴ്ത്തിപ്പാടി കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശത്രുവശത്തു നിന്ന് നമുക്ക് എതിർപ്പുകൾ ഏറെ ഉണ്ടാവും. അത് നമ്മൾ സഹിക്കേണ്ടവർ തന്നെയാണ്. നിന്ദിക്കുന്നവരെവിടെ കയറി നിന്ദിക്കും, എവിടെ വേണേലും വന്ന് നിന്ദിക്കും, പഴിക്കും, ദൂഷിക്കും. ഈ നിന്ദ കേട്ട് നമ്മൾ തളർന്നു പോകണ്ട. കാരണം സകല നിന്ദയും ജയിച്ചവനായ കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. എടുത്തു പറയാൻ ദൈവം തന്ന നന്മയല്ലാതെ നമുക്കെന്താ ഉള്ളത്? ഒന്നുമില്ല ദൈവമക്കളെ. അതുകൊണ്ട് നമ്മളെ ദൈവസനയിൽ വിട്ടുകൊടുത്തിട്ട് കർത്താവ് ഏൽപ്പിച്ചത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്തുകൊള്ളുക. അത് നമുക്ക് ഏറ്റവും നമുക്കനുഗ്രഹമാണ്,
നമ്മുടെ ശുശ്രൂഷ ദൈവത്തിന് പ്രസാദകരമായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. 1000 പേരുടെ നിന്നാവാക്കുകൾ കേട്ടതുകൊണ്ട് ഒട്ടും അനുഗ്രഹത്തിന് തടസ്സം വരത്തില്ല. ആമേൻ, സ്തോത്രം. തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചാൽ മതി. സ്വയം താണവനെ മാത്രമേ ദൈവം ഉയർത്തിയിട്ടുള്ളൂ. ദൈവം ഉയർത്തിയാൽ പിന്നെ ആർക്കെങ്കിലും താഴ്ത്താൻ പറ്റുമോ ദൈവമക്കളെ? എടുത്തു പറയാൻ എന്താ? കർത്താവ് തന്ന നന്മയല്ലാതെ ഒന്നുമില്ല. സ്തോത്രം. കർത്താവ് നീതിമാന്മാരെ അല്ല തേടി വന്നേ, പാപികളെ അത്രേ. സ്തോത്രം. അതുകൊണ്ട് ഇന്നും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എടുത്തു പറയാൻ നമുക്കൊരു യോഗ്യതയില്ല, എടുത്തു പറയാനൊന്നുമില്ല. പറയാനുള്ളത് ദൈവത്തിൻ്റെ മഹത്വം മാത്രം. ഇത്രത്തോളം ദൈവം നമ്മളോട് കരുണ കാണിച്ചല്ലോ, ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ചല്ലോ. കുപ്പയിലായിരുന്ന നമ്മുടെ ജീവിതത്തെ അതെ നമ്മൾ നോക്കിയാൽ എവിടെ നിന്നാണ് നമ്മളെ വിളിച്ചുകൊണ്ട് വന്നത്? താണ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നുമാണ്. ഹല്ലേലൂയ. എടുത്തുകൊണ്ട് വന്ന ദൈവം തമ്പുരാൻ അത്ഭുതകരമായിട്ട് ദൈവമക്കളെ വഴി നടത്തും. വഴിക്കിട്ടിട്ട് പോകത്തില്ല. അവങ്കിലേക്ക് നോക്കിയാരും ഒരു നാൾ ലജിച്ചു പോയിട്ടില്ല. സ്തോത്രം. പ്രാർത്ഥിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടതായ തിരുവചനത്തിൻ്റെ മുമ്പിൽ നന്ദിയോടെ സ്തോത്രം ചെന്ന് സ്തുതിക്കുന്നു. ദൈവം നടത്തിയ നന്മകളല്ലാതെ എടുത്തു പറയാൻ ഒന്നുമില്ല കർത്താവേ. യേശുവേ, സ്തോത്രം. മത്സരിക്കുന്നൊരു മനസ്സൊരിക്കലും വന്നു ഭവിക്കാതെ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ലോകത്തിൽ എത്ര ത്യജിക്കപ്പെട്ടാലും, എത്ര വെറുക്കപ്പെട്ടാലും, എത്ര തള്ളപ്പെട്ടാലും സൗഖ്യം തന്ന കർത്താവിൻ്റെ മുമ്പിൽ, സമാധാനം തന്ന ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ വിനയത്തോടെ അവസാന ശ്വാസം എടുക്കും വരെ അപ്പന് വേണ്ടി വേല ചെയ്യാൻ കർത്താവെ വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ അനുഗ്രഹിക്കണേ. ഏഴകളെയും പൊടികോളം താഴ്ത്തുന്ന കർത്താവെ, ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുള്ളതോർത്തു സ്തോത്രം. കർത്താവെ, സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവത്തെ വാഴ്ത്തുവാൻ, ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങളെയൊക്കെ കർത്താവെ തിരഞ്ഞെടുത്ത ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. യേശുവേ, സ്തോത്രം. ശുശ്രൂഷക്കാരെ എല്ലാവരെയും സമർപ്പിക്കുന്നപ്പ, എല്ലാ അഭിഷക്തന്മാർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ലോകത്തിലേറെ പോരാട്ടങ്ങളുടെ നടുവിലും കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇരട്ടിപ്പങ്ക് കൃപയോടെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ എൻ്റെ മക്കളെ ദൈവം സഹായിക്കണേ. വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഏറെ പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന എല്ലാ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ, ദൈവം അവിടുന്ന് എല്ലാവരും പരിപാലിക്കുന്നതോർത്ത് സ്തോത്രം. എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും ഇരട്ടിപ്പങ്ക് കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഉത്തമ സാക്ഷിക്ക് കർത്താവ് ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവേ, സ്തോത്രം.